ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ രമ്യ ഹരിശങ്കർ. ഇന്ന് ഞാൻ ഫുഡി ടോക്കിൽ സംസാരിക്കാൻ പോകുന്നത് ആപ്പിൾ സൈഡർ വിനീഗറെ പറ്റിയിട്ടാണ്. എന്താണ് ആപ്പിൾ സൈഡർ വിനീഗർ? അപ്പം നമുക്ക് വെയിറ്റ് ലോസിന് മിക്ക ആൾക്കാർക്കും അറിയാം. ആപ്പിൾ സൈഡർ വിനീഗർ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. മോർണിംഗ് ഡ്രിങ്കായിട്ട് യൂസ് ചെയ്യാം, സാലഡ്സിൽ യൂസ് ചെയ്യാം. മിക്ക ആൾക്കാർക്കും അറിയുന്ന സാധനമാണ്. പക്ഷേ എന്നാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് ഫുഡി ടോക്കിൽ കൂടെ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫുഡി ടോക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ, ആപ്പിൾ സൈഡർ വിനീഗറാണെന്ന് അറിയാലോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, ആപ്പിൾസ് ഒന്നല്ലെങ്കിൽ ജ്യൂസ് ആക്കി എടുക്കാം, ഇല്ലെങ്കിൽ കഴുകി ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം അതിനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. വേണമെങ്കിൽ പഞ്ചസാര ഇടാം. നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് തന്നെ. അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ബാക്ടീരിയ ഫോർമേഷന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഫസ്റ്റ് ഫെർമെൻറ്റേഷന് വയ്ക്കുക. അപ്പം ഫസ്റ്റ് ഫെർമെൻറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആൽക്കഹോൾ റിലീസ് ആവും. ഈ ആൽക്കഹോളാണ് നമ്മളെ സെക്കൻഡ് ഫെർമെൻറ്റേഷൻ, അതായത് വിനീഗർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ 2 ആസിഡ് ഉണ്ട്. ഒന്ന് അസറ്റിക് ആസിഡും ഒന്ന് മാലിക് ആസിഡും. ഈ 2 ആസിഡ്സാണ് നമുക്ക് ആ പുളിപ്പ് തരുന്നത് വിനീഗർ ആയിക്കഴിഞ്ഞാൽ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, 2 ഫെർമെൻറ്റേഷൻ ഉണ്ട്. ആൽക്കഹോൾ ഡെവലപ്പായ ശേഷം വീണ്ടും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കും. അതിൽ നിന്നാണ് നമുക്ക് ഈ വിനീഗർ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ 2 ഫെർമെൻറ്റേഷൻ ഉണ്ട് എന്ന് മാത്രം. വൈൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും കൂടുതൽ ദിവസം വെക്കേണ്ടി വരും ആ വിനീഗർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതാണ് ആപ്പിൾ സൈഡർ വിനീഗർ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും കാണിക്കാം ആപ്പിൾ സൈഡർ വിനീഗർ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ആപ്പിൾസ് വാങ്ങിയിട്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയുന്ന മാതിരി തന്നെ ഇത് നമ്മളെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും, കൊളസ്ട്രോള് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, ഡയബറ്റീസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ ന്യൂട്രീഷണൽ വാല്യൂസ് ഒന്നുമില്ല. കാരണം വൈറ്റമിൻസോ അങ്ങനത്തെ മിനറൽസോ ഒന്നുമില്ല. കാരണം വിനീഗറാണ്, അതെല്ലാം പോയിട്ടുണ്ടാവും. പ്രത്യേകം ഇതിൽ ഫേമസ് ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ ബ്രാഗ് എന്ന കമ്പനിയുടെ ആപ്പിൾ സൈഡർ വിനീഗർ ആണ് വളരെ ഫേമസ്. ആമസോണിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഗാനിക്കിൻ്റെ, ഞാൻ കാണിക്കാം, ഓർഗാനിക്കിൻ്റെ ആപ്പിൾ സൈഡർ വിനീഗർ ആണ് ഞാൻ വാങ്ങുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആപ്പിൾ സൈഡർ വിനീഗർ വാങ്ങുമ്പോൾ വിത്ത് ദ മദർ എന്ന് നോക്കിയിട്ട്, റോ അൺഫിൽറ്റേർഡ് വിത്ത് ദ മദർ എന്ന് നോക്കിയിട്ടുള്ള ടാഗ് നോക്കിയിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ. അതായിരിക്കും കുറച്ചെങ്കിലും ഒറിജിനൽ ആയിട്ടുള്ള ആപ്പിൾ സൈഡർ വിനീഗർ. മറ്റേത് സിന്തറ്റിക് ആയിരിക്കും, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതാണ്. സോ വിത്ത് ദ മദർ നോക്കുകയാണെങ്കിൽ അതായിരിക്കും കറക്റ്റായിട്ട് ആപ്പിൾസ് ശരിക്കും ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ ആപ്പിൾസിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ടാവും, ചെറിയ അതിൻ്റെ പാർട്ടിക്കിൾസ് കിടക്കുന്നുണ്ടാവും. അതാണ് വിത്ത് ദ മദർ എന്ന് പറയുന്നത്. എപ്പോഴും ആപ്പിൾ സൈഡർ എടുക്കുന്ന സമയത്ത്, യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുലുക്കിയിട്ട് വേണം, നല്ലോണം ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വിനീഗർ ആയതുകൊണ്ട് നമുക്ക് കുറേ നേരം വിശക്കാതിരിക്കും. അപ്പോൾ നമുക്ക് ഫുഡ് ക്രേവിങ്സ് കുറയും. അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് ഉടനെ ആപ്പിൾ സൈഡർ വിനീഗർ ചെറിയ ചൂടുവെള്ളത്തിൽ ഹണി ആഡ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വിശക്കാൻ പെട്ടെന്ന് നമുക്ക് വിശക്കില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് ക്രേവിങ്സ് എല്ലാം കുറയും, നമ്മൾ ഫുഡ് ഇൻടേക്ക് നമ്മുടെ കുറയും. അതുകൊണ്ടാണ് ആപ്പിൾ സൈഡർ വിനീഗർ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത്. ഇതല്ലാതെ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ബോഡിയിലുള്ള അൺവാണ്ടഡ് ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ, ബോഡി ഫിൽറ്റർ ചെയ്യാൻ, ഈവൻ സ്കിൻ ക്ലീൻ ആവാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാനിവിടെ ലിസ്റ്റിലും കൊടുക്കാം. ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ലിസ്റ്റിൽ ഞാനിവിടെ താഴെ ഇപ്പുറത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, കൊളസ്ട്രോളിന് ഹെൽപ്പ് ചെയ്യും. ഈവൻ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രൂവൻഡ് അല്ല, പക്ഷെ എന്നാലും ചില ടെസ്റ്റുകൾ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ പൊട്ടാസ്യം വളരെ കുറവാണ്.
നിറയെ അമിനോ ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും നിറയുണ്ട്. ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ pH ലെവൽ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് വിനീഗർ ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിലുള്ള ഇനാമൽ കുറേ കാലം കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇനാമലിൻ്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഓവർ യൂസ് നമുക്ക് അസിഡിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വിശക്കാതിരിക്കുകയല്ലേ, വയറ് ഫുള്ളാവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. നമുക്ക് ഫുഡ് ക്രേവിങ്സ് കുറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അസിഡിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് ഇൻടേക്ക് കുറയ്ക്കണം. ഒരുപാടൊന്നും യൂസ് ചെയ്യരുത്. നമ്മളിപ്പോൾ സാലഡ്സിലായാലും രാവിലെ കഴിക്കാനാണെങ്കിലും ഒക്കെ 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കരുത്. കാരണം പിന്നെ ദഹനത്തിനെല്ലാം പ്രശ്നം വരും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. ഇതാണ് ആപ്പിൾ സൈഡർ വിനീഗർ. 2 ഡ്രിങ്ക് ഞാൻ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ നല്ലത് അത് യൂസ് ചെയ്യാം. ഏതാണോ ടേസ്റ്റിയായി നിങ്ങൾക്ക് തോന്നുന്നത് രാവിലെ കഴിക്കാൻ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് ഇന്ന് ഞാൻ 2 ഡ്രിങ്ക് കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഡ്രിങ്ക് ഞാനത് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രിങ്കാണ്. മറ്റേത് ഞാൻ ചിലപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ചെറിയൊരു ചേഞ്ച് ഓഫ് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ യൂസ് ചെയ്യുന്ന കമ്പനി ഓർഗാനിക് ഇന്ത്യയുടെ ആപ്പിൾ സൈഡർ വിനീഗറാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ആപ്പിൾ സൈഡർ വിനീഗറാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് റോ അൺഫിൽറ്റേർഡ് വിത്ത് ദ മദർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നോക്കി വാങ്ങുകയാണെങ്കിൽ. അതല്ലാതെയുള്ള കമ്പനി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൽ വിത്ത് ദ മദർ ഇല്ല. അപ്പോൾ വിത്ത് ദ മദർ നോക്കിയിട്ട് തന്നെ വാങ്ങുക. അതിലാണ് എൻ്റെ ആപ്പിളിൻ്റെ ശരിക്കും ആപ്പിൾ ഫിൽറ്റർ ചെയ്തിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആപ്പിൾ ഫെർമെൻറ്റ് ചെയ്തിട്ട് വരുന്നത്. കണ്ടോ, ഇത് അമേരിക്കൻ ഗാർഡൻ്റെ ആപ്പിൾ സൈഡർ വിനീഗറാണ്. പക്ഷേ ഇത് വിത്ത് ദ മദർ അല്ല, അതുകൊണ്ട് അത് യൂസ് ചെയ്യരുത്. എനിക്ക് തോന്നുന്നു ഇത് സിന്തറ്റിക് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ അബദ്ധത്തിൽ വാങ്ങിയതാണ്, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബെറ്റർ വിത്ത് ദ മദർ നോക്കിയിട്ട് അങ്ങനെയുള്ള ആപ്പിൾ സൈഡർ വിനീഗർ നോക്കി വാങ്ങുന്നതാണ് നല്ലത്. അപ്പം ഇനി ഞാൻ വിത്ത് ദ മദർ എന്ന് കാണിച്ചു തന്നില്ലേ, ഞാൻ താഴെ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്ന കാണിച്ചു തന്നില്ലേ. അപ്പം ഞാൻ വേറൊരു ബോട്ടിൽ കൂടി ഉണ്ട് പുതിയത്. അപ്പോൾ അതിൽ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് പുതിയ ബോട്ടിലാണ്. മേലെ നല്ല ഫിൽറ്റർ ആയിട്ടുള്ള ആപ്പിൾ സൈഡർ വിനീഗറും താഴെ അതിൻ്റെ പാർട്ടിക്കിൾസും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറ ക്യാച്ച് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. അതിന് താഴെ അതിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കണ്ടോ അതിൻ്റെ പാർട്ടിക്കിൾസ് കാണുന്നുണ്ടോ. അപ്പം എപ്പോഴും അതുകൊണ്ടാണ് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതെന്ന് തന്നെ യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ നന്നായി കുലുക്കിയിട്ട് ഇതൊന്ന് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂണ് ഞാൻ ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. രാവിലെ കഴിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലത് ചുടുവെള്ളത്തിൽ, വാം വാട്ടറിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചായ മാതിരി തിളച്ച വെള്ളത്തിലല്ല, വാം വാട്ടറിൽ കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ മാറ്റും. ചൂട് കാലമാണെങ്കിൽ ഞാൻ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കും. ഞാനൊരു 1.5 സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചിട്ടുണ്ട് ഗ്ലാസ്സിലോട്ട്. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. ഇത് ലോക്കൽ ബ്രാൻഡാണ്, ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതേമാതിരി തന്നെ ഒരു 1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഓൾറെഡി കെറ്റിലിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് എടുത്തു വയ്ക്കാം, അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ തേൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് ചൂടുവെള്ളം, നല്ല ചൂടുണ്ട്, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ കഴിക്കുമ്പോൾ വാം വാട്ടർ ആണല്ലാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് വാം വാട്ടറായിട്ട് സെറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക്, ആപ്പിൾ സൈഡർ വിനെഗർ. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രാവിലെ കഴിക്കാൻ ബെസ്റ്റായിരിക്കും. കഴിച്ചിട്ട് ഒരു അരമണിക്കൂറിന് വേറെ ഒന്നും കഴിക്കരുത്, കാരണം വിനീഗറാണ്.
അപ്പം അരമണിക്കൂറിന് നേരം ഭക്ഷണമൊന്നും കഴിക്കരുത്, ചായയോ കാപ്പിയോ ഒന്നും കുടിക്കരുത്. ആദ്യം കഴിച്ച ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ആദ്യത്തെ ഡ്രിങ്ക്. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ വേറൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിലോട്ട് ഇതേമാതിരി തന്നെ ഒരു 1-1.5 സ്പൂണ് ഞാൻ ആപ്പിൾ സൈഡർ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്നല്ലെങ്കിൽ തേൻ ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മാതിരി തന്നെ. അതല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫുഡി ടോക്കിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീവിയെ പറ്റിയിട്ട്. ഇതിൽ നമുക്ക് സ്റ്റീവി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം അറിയാലോ കാലോറി ഒന്നുമില്ല സ്റ്റീവിയൽ. അപ്പോൾ അത് വേണമെങ്കിൽ മധുരത്തിന് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് തേനാണ്. എനിക്കിഷ്ടം തേനിൻ്റെ ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ ഒപ്പം എനിക്കിഷ്ടം തേനാണ്. അപ്പോൾ ഞാൻ തേൻ തന്നെ ആഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീവി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടിലും ഏതിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ തേൻ ആഡ് ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെ വലിയൊരു സ്പൂണ്. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം രാവിലെ കഴിക്കുന്ന സമയത്ത് ആ ഇഞ്ചിയുടെ ഫ്ലേവർ കൂടെ നമുക്ക് വരും. ഇഞ്ചി അറിയാലോ എന്തായാലും ദഹനത്തിനും അതും നല്ലതാണ് വളരെ. അപ്പം ഇഞ്ചി ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആ ഇഞ്ചിയുടെ ഫ്ലേവേഴ്സൊക്കെ അതിലേക്ക് റിലീസായി നന്നായി പിടിച്ചോളും. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് വരും. അല്ല പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ ഇതിൽ തന്നെ ആ ചുടുവെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു 5 മിനിറ്റ് ഇതിങ്ങനെ വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് തണുത്ത വെള്ളം മിക്സ് ചെയ്തിട്ട് വാം വാട്ടർ ആക്കിയിട്ട് എടുക്കാൻ പോവാണ്. അങ്ങനെ 2 ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കറിയുന്ന 2 ഫ്ലേവേഴ്സ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതല്ലാതെ ഞാൻ ചില സമയത്ത് സിനമൺ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സിനമൺ ഫ്ലേവർ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്യാം. ലെമൺ കുറച്ച് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ലെമൺ സ്ലൈസ് തന്നെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. അപ്പം ഞാനിതിപ്പോൾ എനിക്കറിയുന്നത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആപ്പിൾ സൈഡർ വിനീഗർ ഈ ഡ്രിങ്ക് ഇതിലേതെങ്കിലും ഒന്ന്. പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീവിയ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഡ്രിങ്ക്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സാലഡ്സിലും എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, 2 റെസിപ്പിയും കണ്ടുവല്ലോ. അപ്പം ഏതാണോ ഇഷ്ടമുള്ളത് അത് ട്രൈ ചെയ്യാം. ഏതാണോ ടേസ്റ്റ് മാറ്റി മാറ്റി ഓരോ ദിവസം ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം. വിത്ത് ദ മദർ നോക്കി വാങ്ങാം. ബ്രാഗിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അല്ലാതെയും കമ്പനീസ് വിത്ത് ദ മദർ വരുന്നുണ്ട്. അപ്പം നല്ല കമ്പനി നോക്കിയിട്ട് വാങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർ യൂസ് ചെയ്യരുത്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം ഇന്നത്തെ ഫുഡി ടോക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.